എസ്.എഫ്.ഐ. തിരുവനന്തപുരം മുൻ ജില്ലാ സെക്രട്ടറിയും CPM നേതാവുമായ ഗോകുൽ ഗോപിനാഥ് BJPയിൽ ചേർന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് വ്യാഴാഴ്ച രാവിലെയാണ് ഗോകുൽ ഗോപിനാഥ് അംഗത്വം സ്വീകരിച്ചത്. കോളേജ് വളപ്പിൽ മദ്യപിച്ച് നൃത്തം ചെയ്തു എന്നാരോപിച്ച് 2022 ഡിസംബറിൽ ജില്ലാ നേതൃത്വം ഗോകുൽ ഗോപിനാഥിനെ പുറത്താക്കിയിരുന്നു. കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിലാണ് താൻ ജനിച്ചത്. BJPയെ ഇഷ്ടമായതുകൊണ്ട് കൂടുതൽ ഊർജത്തോടെയും രാഷ്ട്രീയ ബോധത്തോടെയും പ്രവർത്തിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പവർ ക്ലസ്റ്ററിൻ്റെ ഭാഗമായില്ലെങ്കിൽ അവിടെ നിലനിൽപ്പില്ല. ഇന്ന് CPMഉം കോൺഗ്രസും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. രണ്ടിലും നടക്കുന്നത് അഴിമതി തന്നെ. സന്തോഷത്തിനായി സുഹൃത്തുക്കൾക്കൊപ്പം നൃത്തം ചെയ്തതിന് തന്നെ വ്യക്തിഹത്യ ചെയ്തു. സംഘടനയിൽ നിന്ന് ആസൂത്രിതമായി പുറത്താക്കുകയാണ് ഉണ്ടായതെന്നും ഗോകുൽ ഗോപിനാഥ് പറഞ്ഞു. ഒരാൾ നൃത്തം ചെയ്യുന്നുണ്ടെങ്കിൽ അത് മദ്യപിച്ചാണ് നൃത്തം ചെയ്യുന്നതെന്നുള്ളത് ആ വീഡിയോ നിങ്ങൾ ബ്രത്ത് അനലൈസർ വെച്ച് പരിശോധിച്ചിട്ടാണോ? വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ബ്രത്ത് അനലൈസർ ഉണ്ടോ? ഒരാൾ മദ്യപിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചോ എന്നുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയും. എൻ്റെ കയ്യിലൊരു മദ്യക്കുപ്പിയോ എന്തെങ്കിലും അങ്ങനെ ഒരു പശ്ചാത്തലത്തിലോ ആണ് എന്നുള്ളത് നിങ്ങൾ ആർക്കാണ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? അപ്പോൾ അന്ന് CPMന് എന്നെ വ്യക്തിഹത്യ നടത്തണമെങ്കിൽ, അന്ന് സംഘടനാ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ അങ്ങനെ ഒരു കഥ വേണമായിരുന്നു. അതിന് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എൻ്റെ കൂട്ടുകാർക്കൊപ്പം ഞാൻ എൻ്റെ സന്തോഷങ്ങൾക്ക് നൃത്തം ചെയ്യുന്നത് അത് മദ്യപിച്ചാണെന്ന് ഇന്റർപ്രറ്റ് ചെയ്തു. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ 2016 തെരഞ്ഞെടുപ്പിൽ AKG സെൻറ്ററിലെ LDFിൻ്റെ വാർ റൂം ഇൻചാർജായിരുന്നു ഗോകുൽ ഗോപിനാഥ്. 10ാം വയസ്സ് മുതൽ ബാലസംഘത്തിലൂടെയാണ് ഗോകുൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് പ്രവർത്തനം തുടങ്ങിയത്. 2021 SFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായും SFIയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായും കേരള സർവകലാശാല സെനറ്റ് സിൻഡിക്കേറ്റ് അംഗമായും പ്രവർത്തിച്ചു. കുടപ്പനക്കുന്ന് ലോക്കൽ കമ്മിറ്റി അംഗവും മണ്ണടി ബ്രാഞ്ച് സെക്രട്ടറിയുടെ ചുമതലയുമുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻ ലാൽ കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും BJP അംഗത്വം സ്വീകരിച്ചിരുന്നു. ഷൈൻ ലാലിനോടൊപ്പം പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതാക്കളും BJPയിൽ ചേർന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. കണ്ണങ്കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ, ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം, മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ. കണ്ണങ്കണ്ടി.